Hi friends, this is Renjusha. Welcome back to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പ്രോബ്ലംസ് ഓൺ ഏജസ് ആണ്. പ്രോബ്ലംസ് ഓൺ ഏജസിലെ A to Z സീരീസിലെ വീഡിയോ നമ്പർ 3 ആണിത്. പ്രോബ്ലംസ് ഓൺ ഏജസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഇനി 2 വീഡിയോസ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ടോപ്പിക്കിൽ വരുന്ന ബേസിക് ഇൻട്രൊഡക്ഷൻ, ബേസിക് കൺസെപ്റ്റും അതുപോലെ തന്നെ യങ്ങർ ഓൾഡർ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സം ഓഫ് ഏജസും ആൻഡ് റേഷ്യോ, അതായത് പ്രസന്റ് ഏജിന്റെ സം അല്ലെങ്കിൽ ഫ്യൂച്ചർ, അതായത് ആഫ്റ്റർ എത്ര എക്സ് ഇയേഴ്സ് കഴിയുമ്പോഴുള്ള സമ്മ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രസന്റ് ഏജിന്റെ സമ്മും അതുപോലെ തന്നെ ഒരു റേഷ്യോയും തന്നിട്ട് എങ്ങനെ പ്രസന്റേജ് ഓഫ് എ പ്രസന്റേജ് ഓഫ് ബി ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് റേഷ്യോസ് തന്നാൽ രണ്ട് റേഷ്യോയും അതുപോലെ തന്നെ രണ്ട് റേഷ്യോസ്, അതായത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എങ്ങനെ ഇതിൽ തന്നെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രസന്റ് റേഷ്യോയും അതുപോലെ തന്നെ ആഫ്റ്റർ റേഷ്യോയും തരും. അതായത് പ്രസന്റ് ഏജിന്റെ റേഷ്യോയും ആഫ്റ്റർ ഒരു എക്സ് ഇയേഴ്സ് കഴിയുമ്പോൾ അവരുടെ ഏജ് തമ്മിലുള്ള റേഷ്യോയും തന്നിട്ട് പ്രസന്റ് ഏജ് ഓഫ് എ പ്രസന്റ് ഏജ് ഓഫ് ബി ചോദിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ടൈപ്പ് പ്രസന്റ് റേഷ്യോ ആൻഡ് ബിഫോർ റേഷ്യോ, അതായത് പ്രസന്റ് ഏജ് റേഷ്യോയും അതുപോലെ തന്നെ ഇതിന് മുന്നുള്ള, അതായത് എക്സ് ഇയേഴ്സ് മുന്നുള്ള അവരുടെ ഏജിന്റെ റേഷ്യോയും തന്നിട്ട് പ്രസന്റ് ഏജ് ഓഫ് എ പ്രസന്റ് ഏജ് ഓഫ് ബി ചോദിക്കും. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബിഫോർ റേഷ്യോ ആൻഡ് ആഫ്റ്റർ റേഷ്യോ, അതായത് എക്സ് ഇയേഴ്സ് മുന്നുള്ള അവരുടെ ഏജ് റേഷ്യോയും തരും. അതുപോലെ തന്നെ ഒരു വൈ ഇയേഴ്സ് ശേഷമുള്ള ഒരു റേഷ്യോ, അവരുടെ ഏജ് റേഷ്യോയും തന്നിട്ട് എന്ത് ചോദിക്കും, അവരുടെ പ്രസന്റ് ഏജ് ഓഫ് എ പ്രസന്റ് ഏജ് ഓഫ് ബി ചോദിക്കും. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഫസ്റ്റ് എന്താണ് പ്രസന്റ് റേഷ്യോ ആഫ്റ്റർ റേഷ്യോ തരും. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രസന്റ് റേഷ്യോ ബിഫോർ റേഷ്യോ തരും. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബിഫോർ റേഷ്യോ ആൻഡ് ആഫ്റ്റർ റേഷ്യോ തരും. ഓക്കെ, ഇതാണ് ഇതിൽ വരുന്ന ഈ വീഡിയോയിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദി പ്രസന്റ് ഏജസ് ഓഫ് സ്വാതി ആൻഡ് ശരണ്യ ഈസ് 4:5. 6 years hence, the respective ratio of their ages will be 6:7. What is the difference between their ages എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ആദ്യം തന്നിട്ടുണ്ട് പ്രസന്റ് ഏജ്, അതായത് സ്വാതി ശരണ്യ അവർ രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് റേഷ്യോ 4:5 ആണ് തന്നിട്ടുണ്ട്. 6 years hence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ അവരുടെ റെസ്പെക്റ്റീവ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 6:7 ആണെന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ എന്താണ് അവരോട് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ ഏജസ്, അതായത് അവരുടെ ഏജിൽ വരുന്ന ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ബേസിക് മെത്തേഡ് വെച്ചും ചെയ്യാം, അതുപോലെ തന്നെ ഷോർട്ട് കട്ട് വെച്ചും ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മാത്രം ബേസിക് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കും. അതിനുശേഷം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ബേസിക് മെത്തേഡ് വെച്ച് പോവാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവര് പ്രസന്റ് റേഷ്യോ സ്വാതി ആൻഡ് ശരണ്യ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് 4:5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ക്വസ്റ്റ്യനില് അവരുടെ സ്വാതി ശരണ്യ അവരുടെ പ്രസന്റ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്ന് തന്നിട്ടുണ്ട് 4:5 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സ്വാതി എന്തായിട്ട് എടുക്കാം, പ്രസന്റ് ഏജ് ഓഫ് സ്വാതി എന്ന് പറയുന്നത് 4x ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ പ്രസന്റ് ഏജ് ഓഫ് ശരണ്യ നമ്മൾ 5x ആയിട്ടും എടുക്കുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ് പറഞ്ഞത്, 6 years hence the respective ratio of their ages will be 6:7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 years കഴിയുമ്പോൾ ഇവിടെ ഇപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സ്വാതി 4x ആണ്. അപ്പൊ 6 years കഴിയുമ്പോൾ അവരുടെ ഏജ് എന്താവും, അതിന്റെ കൂടെ ഒരു 6 years ആഡ് ആവും അല്ലെ. അപ്പൊ 6 years കഴിയുമ്പോൾ സ്വാതിയുടെ ഏജ് എന്ന് പറയുന്നത് 4xന്റെ കൂടെ ഒരു 6 ആഡ് ചെയ്യും. അതേപോലെ തന്നെ ശരണ്യയുടെയും 5xന്റെ കൂടെ ഒരു 6 ആഡ് ചെയ്യും അല്ലെ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്, രണ്ടുപേരുടെയും ആ 6 years കഴിയുമ്പോഴുള്ള റേഷ്യോ ആണ് 6:7 എന്ന് പറഞ്ഞത്. അതായത് ഇതിനെ നമുക്ക് റേഷ്യോ ഒക്കെ എഴുതാന്ന് പറഞ്ഞാൽ എന്താണ്, A:B എഴുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A/B ആണ് അല്ലെ, A/B ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4x + 6 5x + 7. നോക്കൂ, 4x + 6 5x + 6 എന്ന് പറയുന്നതാണ് 6:7 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, A/B എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാം. എങ്ങനെയാണ്, 4x + 6 / 5x + 6 എന്ന് പറയുന്നതാണ്
6 divided by 7 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിച്ചിട്ട് ഈ പെർസെന്റേജ് ഓഫ് ഇതിലെ 4x-ന് ആ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ പെർസെന്റേജ് ഓഫ് ശരണ്യ 5x ആണ്. ആ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? അവരുടെ ആ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഇനി ഇവരുടെ പ്രസന്റ് ഏജ് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 5x ഡിഫറൻസ് 4x. 5x ഡിഫറൻസ് 4x ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അവർ രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് റേഷ്യോ അല്ലെങ്കിൽ അവരുടെ ഡിഫറൻസ്, ആ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും സെയിം ആണല്ലേ. ഇപ്പോഴാണെങ്കിലും 6 വർഷം കഴിയുമ്പോഴാണെങ്കിലും 5 വർഷം മുന്നേ ഒക്കെ എന്താണ് അവരുടെ ആ ഏജിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 4x ഡിഫറൻസ് 5x, അതായത് x ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് x ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കും. ആ സോൾവ് ചെയ്തെടുക്കുന്നതാണ് എന്ത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എക്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഏജസ് ഓഫ് സ്വാതി ആൻഡ് ശരണ്യാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജ് ഓഫ് സ്വാതിയാണ് അല്ലെങ്കിൽ പെർസെന്റേജ് ഓഫ് ശരണ്യാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 4x. സ്വാതിയുടെ ആണെങ്കിൽ 4x കാണാം, ശരണ്യയുടെ ആണെങ്കിൽ 5x കാണാം. പക്ഷെ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെർസെന്റേജ് ഓഫ് രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് അല്ല ചോദിച്ചിരിക്കുന്നത്, രണ്ടുപേരുടെയും ഏജ് ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതെന്താണ്? x ആണ്. അപ്പൊ നമുക്ക് x ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. എങ്ങനെ നോക്കൂ? 7 ഇങ്ങോട്ട് കൊണ്ടുപോകാം. 7 into 4x plus 6 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായി? 5x plus 6 ഇങ്ങോട്ട് കൊണ്ടുപോകാം. അതായത് 5x plus 6 into 6. ഓക്കെ, ഇനി നമുക്ക് ഈ 7 ഉള്ളിലോട്ട് വെക്കാം, 6 ഉള്ളിലോട്ട് എടുക്കാം. 7 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28x plus 7 into 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 ഈക്വൽ ടു 5 into 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30x plus 36x. Sorry, 36. 13x plus 6 into 6 36. ഓക്കെ, നമുക്ക് ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. 13x minus 28x എന്ന് പറയുമ്പോൾ 2x. 2x എന്ന് പറയുന്നത് എന്താണ്? 42 minus 36. അപ്പൊ എത്രയെന്ന് കിട്ടും? 6 ആണെന്ന് കിട്ടും അല്ലേ. ഇനി എന്താണ്? 2x എന്ന് പറയുന്നത് 6 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x എന്ന് പറയുന്നത് 6/2, അതായത് 3. ഓക്കെ, അപ്പൊ എന്താണ് അവരുടെ ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി പ്രസന്റ് ഏജ് ഓഫ് സ്വാതിയാണ് ചോദിച്ചതിന് 4x 4 into 3, അതായത് 12 ആണ് സ്വാതിയുടെ ഏജ് അല്ലേ. പ്രസന്റ് ഏജ് ഓഫ് സ്വാതി എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് സ്വാതി എന്ന് പറയുന്നത് 12 ആണെന്നും കിട്ടും. പ്രസന്റ് ഏജ് ഓഫ് ശരണ്യ എന്ന് പറയുന്നത് 5 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50. അപ്പൊ അവരുടെ ആ ഏജ് ഡിഫറൻസ് എത്രയാണ്? 3 ആണ്. ഓക്കെ, ഇനി ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഷോർട്ട് കട്ട് വെച്ച് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം, ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. നമ്മളോട് തന്നിട്ടുള്ളത് പ്രസന്റ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലേ. പ്രസന്റ് റേഷ്യോ എന്താണ്? പ്രസന്റ് റേഷ്യോ ഓഫ് അവരുടെ ഏജ്, അവരുടെ പ്രസന്റ് ഏജ് റേഷ്യോ എന്താണ്? പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ് അല്ലേ. ഇത് ആരുടെയാണ്? സ്വാതി, ഇത് ശരണ്യ. നെക്സ്റ്റ് പറഞ്ഞത് ആഫ്റ്റർ അല്ലേ. ആഫ്റ്റർ അല്ലെങ്കിൽ ഹെൻസ് 6 years അല്ലെ. ഹെൻസ് 6 years കഴിയുമ്പോൾ അവരുടെ റേഷ്യോ 6:7. ഓക്കെ, അങ്ങനെ രണ്ട് റേഷ്യോ നമ്മൾ എഴുതുന്നു. ഇനി ശേഷം എന്ത് ചെയ്യാം? ഇവരുടെ ഡിഫറൻസ്, അതായത് 6 ഡിഫറൻസ് 4 എത്രയാണ്? 6 ഡിഫറൻസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2. അതേപോലെ 7 ഡിഫറൻസ് 5 എന്ന് പറഞ്ഞാലും 2. ഈ രണ്ടുപേരുടെയും ഈ രണ്ട് ഡിഫറൻസും ഇവിടെ സെയിം ആയിട്ട് വരും. സെയിം ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ സെയിം ആക്കണം. അതൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ ജസ്റ്റ് നോക്കൂ, ഇതിൽ നമ്മുടെ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2. ഇപ്പൊ 1 ആണെന്ന് വെച്ചാൽ 1 ഡിഫറൻസ് 3 ആണെന്ന് വെച്ചാൽ 3 അങ്ങനെ രണ്ടും ഇവിടെ സെയിം ആയിട്ട് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഇവർ തമ്മിലുള്ള ആ ഗ്യാപ്പ്, എത്ര വർഷത്തെ ഗ്യാപ്പാണുള്ളത്? പ്രസന്റ് റേഷ്യോ പിന്നെ ആഫ്റ്റർ 6 years. ചിലപ്പോൾ ആഫ്റ്റർ 6 years കഴിയുമ്പോൾ ആ ഗ്യാപ്പ് എത്രയാണ്? 6 years ആണ് അവിടുത്തെ ആ ഗ്യാപ്പ് അല്ലേ. 6 years ആണ് അവിടുത്തെ ഗ്യാപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോ ഇവിടെ 2 കിട്ടി, ഇവിടെ 6 years ആണ് അവരുടെ ഗ്യാപ്പ്. നമ്മൾ എങ്ങനെ എടുക്കുന്നു? 2 ആയതുകൊണ്ട് നമ്മൾ അതിന് 2x എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിഫറൻസ് 6 ആണെന്ന് എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് x എന്ന് പറയുന്നത് എന്താണ്? 6/2 എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് കിട്ടി. ഓക്കെ, x എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചോദിച്ചാലും എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അതായത് പ്രസന്റ് റേഷ്യോ ഓഫ് സ്വാതി, പ്രസന്റ് റേഷ്യോ ഓഫ് സ്വാതി എന്ന് പറഞ്ഞാൽ 4x, 4 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. ഇനി പ്രസന്റ് ഏജ് ഓഫ് ശരണ്യ ചോദിച്ചു കഴിഞ്ഞാൽ 5x, 5 into 3 എന്ന് പറഞ്ഞാൽ 50. ഇനി നോക്കൂ, ആഫ്റ്റർ 6 years സ്വാതിയുടെ ഏജ്, ആഫ്റ്റർ 6 years സ്വാതിയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6x, 6 into 3 18.
ആഫ്റ്റർ 6 years ശരണ്യയുടെ ഏജ് അതെന്താണ് 7x 7 into 3 അപ്പൊ 21. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചോദിച്ചാലും ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ്? ഈ എക്സ് ആദ്യം കണ്ടുപിടിക്കാം, ആദ്യം രണ്ട് റേഷ്യോസ് എഴുതാം, അവർ തമ്മിൽ ആ ഡിഫറൻസ് കണ്ടുപിടിക്കാം, ഡിഫറൻസ് സെയിം ആണോ നോക്കാം, സെയിം ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗ്യാപ്പ് എത്ര ഏജ് ഡിഫറൻസ് എത്ര വർഷത്തെ ആ ഡിഫറൻസ് ആണ് നോക്കാം. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ റേഷ്യോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റേഷ്യോയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൂടെ നമ്മൾ അവിടെ ആഡ് ചെയ്യണം. അപ്പോൾ 2x എന്ന് പറയുന്നത് ഈക്വൽ ടു 6 എന്ന് കിട്ടി. അതിൽ നിന്ന് x എന്ന് പറയുന്നത് 6/2 എന്ന് പറഞ്ഞാൽ 3 എന്ന് കിട്ടി. അപ്പൊ x 3 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ഏത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഇനി എന്താണ് ഇവരുടെ റേഷ്യോ, ഇവരുടെ ഏജ് ഡിഫറൻസ് എന്താണ്? ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4x ഡിഫറൻസ് 5x, x ആണ്. അപ്പൊ എന്താണ് ആൻസർ എന്ന് പറയുന്നത് 3 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതാണ് ഷോർട്ട് കട്ട് വെച്ച് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇതിന് മുന്നേ നമ്മൾ ബേസിക് മെത്തേഡ്, ഇനി ഷോർട്ട് കട്ട് ആണ് കുറച്ചുകൂടി ഈസി. അപ്പൊ നമ്മൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ രണ്ട് ഭാഗവും രണ്ട് ഡിഫറൻസും എന്താണ് സെയിം ആയില്ലെങ്കിൽ നമ്മളൊരു ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്ത് അതിനെ സെയിം ആക്കും, എന്നിട്ട് സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കും. ക്വസ്റ്റ്യൻ നോക്കൂ. റേഷ്യോ ബിറ്റ്വീൻ രാഹുൽ ആൻഡ് ദീപക് ഈസ് 4:3. ആഫ്റ്റർ 6 years രാഹുൽ ഏജ് വിൽ ബി 26 years. വാട്ട് ഈസ് ദീപക് പ്രസന്റ് ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, നമുക്ക് തന്നിട്ടുണ്ട് പ്രസന്റ് ഏജ് റേഷ്യോ ഓഫ് രാഹുൽ ആൻഡ് ദീപക് എന്ന് പറയുന്നത് 4:3 ആണ്. ആഫ്റ്റർ 6 years കഴിയുമ്പോൾ രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് എന്താണ് 26 years ആണെന്ന് കിട്ടി. ഓക്കെ, നമുക്ക് എന്താണ് നോക്കാം. പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ. ഓക്കെ, പ്രസന്റ് ഏജിന്റെ റേഷ്യോ എന്താണ്? രാഹുലിന്റെയും ദീപകിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? രാഹുലിന്റെയും ദീപകിന്റെയും ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 4:3 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ, പ്രസന്റ് ഏജ് ഓഫ് രാഹുൽ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു, 4x ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ പ്രസന്റ് ഏജ് ഓഫ് ദീപക് എന്ന് പറയുന്നത് 3x ആണെന്ന് എടുക്കുന്നു. ഇനി നമ്മളോട് തന്നിട്ടുള്ള എന്താണ്, ആഫ്റ്റർ 6 years രാഹുൽ ഏജ് വിൽ ബി 26 years. അതായത് രാഹുലിന്റെ ഏജ് 6 years കഴിയുമ്പോൾ രാഹുലിന്റെ ഏജ് എന്ന് പറയുന്നത് 26. ഇപ്പോഴത്തെ രാഹുലിന്റെ ഏജ് 4x ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇപ്പോഴത്തെ ഏജിന്റെ കൂടെ ഒരു 6 years കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടി, 26 ആണെന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാം. 4x എന്ന് പറയുന്നത് എന്താണ് 26. ഈ 6 അങ്ങോട്ട് പോകുമ്പോൾ 26 minus 6 ആവും. 26 minus 6 എന്ന് പറഞ്ഞാൽ 20. അപ്പൊ x എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, 20 divided by 4. 20 divided by 4 എന്ന് പറഞ്ഞാൽ 5 അല്ലേ. അപ്പൊ എന്താണ് x എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, വാട്ട് ഈസ് ദീപക് പ്രസന്റ് ഏജ്. ദീപകിന്റെ പ്രസന്റ് ഏജ് നമ്മൾ 3x ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് ദീപക് എന്ന് പറയുന്നത് 3x. 3 into x നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 5 ആണെന്ന്. അപ്പൊ 3 into 5 എന്ന് പറഞ്ഞാൽ 15. അപ്പൊ എന്താണ് പ്രസന്റ് ഏജ് ഓഫ് ദീപക് എന്ന് പറയുന്നത് എന്താണ് 15 years ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ പേഴ്സൺസ് പ്രസന്റ് ഏജ് ഈസ് 2/5 of the ages of his mother. After 8 years he will be 1/2 of the ages of his mother. How old is the mother at present എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഒരു അമ്മയുണ്ട് കുഞ്ഞുണ്ട്, അവരുടെ ആ ഏജിന്റെ ആ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, മദറിന്റെ ഇപ്പോഴത്തെ ഏജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ പേഴ്സന്റെ അമ്മയുടെ ഏജിന്റെ, അതായത് പ്രസന്റ് ഇപ്പോഴത്തെ ആ ഒരു പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് എന്താണ്, അമ്മയുടെ വയസ്സിന്റെ 2/5 ഏജ് ആണ് ആർക്കുള്ളത്, ആ പേഴ്സൺ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മദർ ചൈൽഡ് ആ പ്രസന്റ് ഏജ് റേഷ്യോ. ഓക്കെ, പ്രസന്റ് ഏജ് റേഷ്യോ എന്താണ്, പ്രസന്റ് ഏജ് റേഷ്യോ ആദ്യം പ്രസന്റ് ഏജ് റേഷ്യോ കണ്ടുപിടിക്കാം. പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് അമ്മയുടെ 1 ആണ് അമ്മയുടെ ഏജ് എങ്കിൽ എന്താണ് അതിന്റെ 2/5 ആണ് ചൈൽഡിന്റെ ഏജ്. അപ്പോൾ 2/5. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഈ 1 into 5 നമുക്ക് ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താണ് റേഷ്യോസിനെ എപ്പോഴും ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കാര്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ, അതായത് 1 into 5 5 ഇവിടെ 2. ഓക്കെ, അപ്പൊ 5:2 ആണ് കിട്ടി. ഇനി അതേസമയം ഇവിടെ ഒരു 2/3 2/5 ഇങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, 5 into 2 എത്രയാണ്, 5 into 2 10:3 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. 10:6 ആയിട്ട് തന്നെ എഴുതാം. ഓക്കെ, അപ്പൊ 5:2 ആണെന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ആഫ്റ്റർ 8 years he will be 1/2 of the ages of his mother എന്നാ പറയുന്നത്. അതായത് ഇപ്പൊ അമ്മയുടെ ഏജ് എന്ന് പറയുന്നത് എത്ര, ആഫ്റ്റർ
8 years കഴിയുമ്പോൾ അല്ലെ, ആഫ്റ്റർ 8 years അവരുടെ ഏജ് എങ്ങനെയാണ്, അമ്മയ്ക്ക് അതായത് അമ്മയുടെ ഏജ് 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. അപ്പോൾ 1/2 അതിന്റെ ഹാഫ് ആണ് ആഫ്റ്റർ 8 years കഴിയുമ്പോൾ ചൈൽഡിന്റെ ഏജ്. അപ്പൊ എന്ത് കിട്ടും, 1 into 2 2 is to ബാലൻസ് വരുന്നത് 1. 1 into 2 is to 1 into 1 1. അപ്പൊ 2 is to 1 എന്ന് കിട്ടി. അപ്പൊ എന്താണ്, രണ്ട് റേഷ്യോസ് കിട്ടി. 5 is to 2 എന്ന് പറയുന്ന റേഷ്യോ, 2 is to 1 എന്ന് പറയുന്ന റേഷ്യോ. നമുക്കിതിനെ ഒന്നുകൂടെ മാച്ച് ചെയ്താം. എങ്ങനെയാണ് രണ്ട് റേഷ്യോസ്? പ്രസന്റ് റേഷ്യോ എന്ന് പറയുന്നത് 5 is to 2 ആണെന്നും കിട്ടി ആഫ്റ്റർ 8 years. ആഫ്റ്റർ 8 years എന്താണ്, ആഫ്റ്റർ 8 years അവരുടെ ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 2 is to 1 ആണെന്നും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, രണ്ട് റേഷ്യോസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്, ഇവരുടെ ആ ഡിഫറൻസ് കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ 2 ഡിഫറൻസ് 5 എന്ന് പറയുന്നത് എത്രയാണ്, 2 ഡിഫറൻസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. അതുപോലെ തന്നെ എന്താ, 1 ഡിഫറൻസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, നമുക്ക് എന്താണ് കിട്ടി, ഇവിടെ സെയിം അല്ല അല്ലെ, ആ ഡിഫറൻസ് സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഫറൻസിനെ നമ്മൾ സെയിം ആക്കി എടുക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടത്തെ ഡിഫറൻസ് നോക്കാം. അതായത് 5ന്റെയും 2ന്റെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 3 ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഡിഫറൻസ് എത്രയാണ്, 2 ഡിഫറൻസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ. അപ്പൊ രണ്ട് ഡിഫറൻസ് നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഫറൻസ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഡിഫറൻസ് താഴെയുള്ള ഡിഫറൻസ് കൊണ്ട് മുകളിലുള്ള രണ്ട് ടേംസിനെയും മുകളിലുള്ള ആ ഡിഫറൻസ് കൊണ്ട് താഴെയുള്ള ടേംസിനെയും മൾട്ടിപ്പിൾ ചെയ്യാം. അതായത് ഇവിടെ 1 ആണ്. അപ്പൊ 1 into 5 എന്താണ്, 1 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെ. 1 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെ. ഓക്കെ, പിന്നെ മേലെയുള്ള ഡിഫറൻസ് 3. അപ്പൊ 3 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. 3 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3. ഇനി നമുക്ക് ഡിഫറൻസ് കാണാം. എന്താണ്, 5 ഡിഫറൻസ് 6 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 2 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞാൽ 1 തന്നെ. എന്തായി, അവിടെ സെയിം ആയി. ഓക്കെ, സെയിം ആയി. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ സെയിം ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ റേഷ്യോസിനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എല്ലാം ഇതിലാണ്. ഓക്കെ, അതായത് പ്രസന്റ് ഏജ് ഓഫ് മദർ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 5x ആണ്, ഇവിടെ സെയിം ആണ്. പക്ഷെ എന്താണ്, നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ വാല്യൂസ് ഒക്കെ മാറി വരും. അപ്പൊ സെയിം ആയിരിക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, പ്രസന്റ് ഏജ് ഓഫ് മദർ ചോദിച്ചു കഴിഞ്ഞാൽ 5x, പ്രസന്റ് ഏജ് ഓഫ് ചൈൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ 2x. ആഫ്റ്റർ 8 years മദറിന്റെ ഏജ് 6x ആണ്. ഇവിടെ എന്താ 2x ആണല്ലേ. അപ്പൊ ഇവിടുത്തെ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ രണ്ട് റേഷ്യോസ് അല്ല നമ്മൾ എടുക്കുന്നത്, ഈ റേഷ്യോസ് ആണ് നമ്മൾ എടുക്കുന്നത്. എപ്പോഴും അത് കട്ട് ചെയ്ത് കളയണം. ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കും. അതിനുശേഷം എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഈ രണ്ട് റേഷ്യോസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആൻസർ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ തെറ്റിപ്പോവും. അപ്പൊ 5:2 6:3 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ്, ഇവരുടെ ആ ഡിഫറൻസ്, ഇവിടെ ഡിഫറൻസ് എന്താണ്, 8 years ആണ് അല്ലെ. ആഫ്റ്റർ 8 years എന്ന് പറഞ്ഞാൽ അപ്പൊ 8 years ആണ് ആ രണ്ട് റേഷ്യോസ് തമ്മിലുള്ള ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 years ആണ്. ഓക്കെ, ഇനി എന്താണ്, എക്സ് എന്ന് പറയുന്നത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1x അല്ലെ. അപ്പൊ എക്സ് തന്നെ, എക്സ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി, 8 years ആണ് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഹൗ ഓൾഡ് ഈസ് ദി മദർ അറ്റ് പ്രസന്റ്. മദറിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്, 5x ആണ്. അപ്പൊ 5 into 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 40. ഇനി അതേസമയം പ്രസന്റ് ഏജ് ഓഫ് ചൈൽഡ് ചോദിച്ചു കഴിഞ്ഞാൽ 2 into 8 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 into 8 എന്ന് പറയുന്നത് 60. ഓക്കെ, നമുക്കിനി ഈ 40ന്റെ 2/5 ആണോ 16 എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് കേട്ടോ. അപ്പൊ 14, അതായത് മദറിന്റെ ഏജിന്റെ 2/5 ആണ് ആര്, ചൈൽഡിന്റെ ഏജ് അല്ലെ. അപ്പൊ എന്താണ് 14, 5 എത്ര പ്രാവശ്യം പോവും, 14ൽ 8 times. അപ്പൊ 8 into 2 16. അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 16 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താ, മദറിന്റെ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 14 ആണ്. അതേസമയം ചൈൽഡിന്റെ പ്രസന്റ് ഏജ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ 16 ആണ്. അതുപോലെ തന്നെ ആഫ്റ്റർ 8 years ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. 14 plus 8 ആഫ്റ്റർ 8 years ആണല്ലേ. അപ്പൊ മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 8 വർഷം കഴിയുമ്പോൾ 14 plus 8 48 എന്നും കിട്ടും. ചൈൽഡിന്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ആണെന്നും കിട്ടും. 16 plus 8 24 ആണെന്നും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 2:3. ആഫ്റ്റർ 8 years their age ratio will be 17:24. ഫൈൻഡ് ദി പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് പ്രസന്റ് റേഷ്യോ എയുടെയും ബിയുടെയും എയുടെയും ബിയുടെയും പ്രസന്റ് റേഷ്യോ എന്താണ് തന്നിട്ടുണ്ട്, പ്രസന്റ് റേഷ്യോ 2:3 ആണ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ 6 years. ഓക്കെ, ആഫ്റ്റർ 6 years നമുക്ക് എന്താണ് തന്നിട്ടുണ്ട്, ആഫ്റ്റർ 6 years
17:24 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഡിഫറൻസ് നോക്കൂ. 17 ഡിഫറൻസ് 2 എന്ന് പറഞ്ഞാൽ 15 വരും. 24 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 24 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 വരും. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായി ഇവിടെ രണ്ടും സെയിം അല്ല അല്ലെ. ഇവിടെ 15 ആണ് വരിക, ഇവിടെ 21 ആണ് വരിക. അപ്പൊ എന്താണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ സെയിം ആക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഡിഫറൻസ് കാണാം. ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് 1, ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 + 3 20. അപ്പൊ 7 അല്ലെ. 7 നിന്ന് 20ലേക്ക് 3 പിന്നെ ഒരു 24 അപ്പൊ 4. അപ്പൊ 3 + 4 7. അപ്പൊ 7 ആണ് അവരുടെ ആ ഡിഫറൻസ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡിഫറൻസ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഡിഫറൻസ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? പ്രസന്റ് റേഷ്യോ 7 × 2. 7 × 2 എന്ന് പറഞ്ഞാൽ 14 7 × 3 എന്ന് പറഞ്ഞാൽ 21. ഇവിടെ 1 ആണ്. അപ്പൊ 1 × 17 എന്ന് പറഞ്ഞാൽ 17 തന്നെ. 1 × 24 എന്ന് പറഞ്ഞാൽ 24 തന്നെ. ഇനി എന്ത് ചെയ്യാം? ഇനി ഈ റേഷ്യോ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി എന്താണ്? 14 ഡിഫറൻസ് 17 എന്ന് പറഞ്ഞാൽ 14 ഡിഫറൻസ് 17 എന്ന് പറഞ്ഞാൽ 3. ഇവിടെയും 21 ഡിഫറൻസ് 24 എന്ന് പറഞ്ഞാലും 3. ഇനി എന്താണ്? ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ആഫ്റ്റർ 6 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 6 ഇയേഴ്സ് ആണ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ എന്ത് ചെയ്യാം? 3x എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കാം? 6 ആണെന്ന് എടുക്കാം. അപ്പൊ x എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കാം? 6/3. 6/3 എന്ന് പറഞ്ഞാൽ 2. ഓക്കെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും പ്രസന്റ് ഏജസ്. എയുടെയും ബിയുടെയും പ്രസന്റ് ഏജസ് എന്തൊക്കെയാണ്? എയുടെ പ്രസന്റ് ഏജ് എന്ന് പറഞ്ഞാൽ 14x ആണ് അല്ലെ. പ്രസന്റ് ഏജ് ഓഫ് എ. പ്രസന്റ് ഏജ് ഓഫ് എ എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് എ 14x ആണ്. അപ്പൊ എന്താണ്? x എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. 14 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയെന്ന് കിട്ടും? 28 ആണെന്ന് കിട്ടി. ഇനി എന്താണ്? ബിയുടെ പ്രസന്റ് ഏജ് അല്ലെ. പ്രസന്റ് ഏജ് ഓഫ് ബി എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് ബി എന്ന് പറയുന്നത് 21x ആണ്. അപ്പൊ എന്താണ് കിട്ടി? 21 × x എന്ന് പറയുന്നത് 2. അപ്പൊ 21 2 എന്ന് പറയുമ്പോൾ 42. ഓക്കെ. അപ്പൊ എന്താണ്? പെർസെന്റേജ് ഓഫ് എ എന്ന് പറയുന്നത് 28 ആണെന്ന് കിട്ടി. പെർസെന്റേജ് ഓഫ് ബി എന്ന് പറയുന്നത് 42 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് എ ആൻഡ് ബി ഈസ് 3:5. ആഫ്റ്റർ 4 ഇയേഴ്സ് their age ratio will be 5:8. ഫൈൻഡ് ദി പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ പോലെ തന്നെയാണ് എയുടെയും ബിയുടെയും എന്ത് ചെയ്യുക? പ്രസന്റ് റേഷ്യോ എഴുതാം. എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് റേഷ്യോ എന്താണ്? പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 3:5 ആണെന്ന് കിട്ടി. ഓക്കെ. ഇനി എന്താ? ആഫ്റ്റർ 4 ഇയേഴ്സ് their age ratio will be 5:8. അപ്പൊ ആഫ്റ്റർ 4 ഇയേഴ്സ് എത്രയാണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്? 5:8 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇവരുടെ ഡിഫറൻസ് 5 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞാൽ 2. 5 ഡിഫറൻസ് 8 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ എന്താണ്? ഇവിടെ റേഷ്യോ സെയിം അല്ല. റേഷ്യോ സെയിം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ രണ്ടുപേരും ഡിഫറൻസ് കാണണം അല്ലെ. എന്താണ്? ഇവരുടെ ഡിഫറൻസ് 2, ഇവരുടെ ഡിഫറൻസ് 3. അപ്പൊ എന്ത് ചെയ്യാം? ഈ ഡിഫറൻസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഈ ഡിഫറൻസ് വെച്ചിട്ട് ഇതിനെ മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് കിട്ടും? ഈ ഡിഫറൻസ് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 3 9, 3 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15. ഇനി എന്താ? ഈ ഡിഫറൻസ് വെച്ച് താഴെയുള്ളതിനെ മൾട്ടിപ്ലൈ. അപ്പൊ 5 × 2 10 എന്നും കിട്ടി. അതുപോലെ തന്നെ 8 × 2 16 ആണെന്നും കിട്ടി. ഓക്കെ. ഇത് കണ്ടുപിടിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ക്യാൻസൽ ചെയ്യണം അല്ലെ. ഇത് ക്യാൻസൽ ചെയ്തിട്ട് എന്ത് ചെയ്യാം? 9 ഡിഫറൻസ് 10. 9 ഡിഫറൻസ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അതുപോലെ തന്നെ 15 ഡിഫറൻസ് 16 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? ആഫ്റ്റർ 4 ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. ആഫ്റ്റർ 4 ഇയേഴ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം? നമ്മളവിടെ 4 ആയിട്ട് കൊടുക്കുക. അപ്പൊ എന്താണ്? 1x എന്ന് പറയുന്നത് 4. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ്? 4 തന്നെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫൈൻഡ് ദി പ്രസന്റ് ഏജ് ഓഫ് എ ആൻഡ് ബി. പ്രസന്റ് ഏജ് ഓഫ് എ എന്താണ്? 9x ആണ്. അപ്പൊ എന്ത് ചെയ്യാം? പ്രസന്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് 9x. 9 × x 9 × 4 അതായത് 36. അതുപോലെ തന്നെ പ്രസന്റ് ഏജ് ഓഫ് ബി. പ്രസന്റ് ഏജ് ഓഫ് ബി എന്താണ്? 15x ആണ്. അപ്പൊ 15 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 × 4 എന്ന് പറഞ്ഞാൽ 16. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് 36 എന്നും കിട്ടി. പ്രസന്റ് ഏജ് ഓഫ് ബി എന്ന് പറയുന്നത് 60 ആണെന്നും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദി റേഷ്യോ ഓഫ് ദി പ്രസന്റ് ഏജസ് ഓഫ് ഫാദർ ടു ദാറ്റ് ഓഫ് ഹിസ് സൺ is 7:2. If after 10 years the ratio of their ages will become 9:4, then the present age of the father എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫാദറിന്റെയും സണ്ണിന്റെയും റേഷ്യോ, പ്രസന്റ് റേഷ്യോ എത്രയും തന്നിട്ടുണ്ട്? ഫാദറിന്റെയും സണ്ണിന്റെയും എന്താണ്? പ്രസന്റ് റേഷ്യോ തന്നിട്ടുണ്ട്. പ്രസന്റ് റേഷ്യോ എന്ന് പറയുന്നത് 7:2 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ആഫ്റ്റർ 10 ഇയേഴ്സ്
ആഫ്റ്റർ 10 ഇയേഴ്സ് കഴിയുമ്പോൾ അവരുടെ റേഷ്യോ എന്ന് വന്ന് 9:4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അവരുടെ ഡിഫറൻസ് കാണാം അല്ലേ. അവരുടെ ഡിഫറൻസ് 9 ഡിഫറൻസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 ഡിഫറൻസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ എന്താണ്, സെയിം ആയി. അപ്പൊ ഇനി നമുക്ക് ഇനി സെയിം ആക്കണ്ട. ഇവരുടെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ആഫ്റ്റർ 10 ഇയേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 ആണ് അല്ലേ. അപ്പൊ 2x 10 അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, 2x ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഓക്കെ, 2x എന്ന് പറയുന്നത് എന്താണ്, 10 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് 10 ഡിവൈഡഡ് ബൈ 2. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. ഓക്കെ, അപ്പൊ x എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എന്താണ്, 7x ആണ് പ്രസന്റ് ഏജ് ഓഫ് ഫാദർ. അപ്പോൾ 7x ഈക്വൽ ടു 7 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 5. അപ്പൊ എന്താണ്, പ്രസന്റ് ഏജ് ഓഫ് ഫാദർ എന്ന് പറയുന്നത് 35 ഇയേഴ്സ്. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് സൺ എത്രയാണ്, പ്രസന്റ് ഏജ് ഓഫ് സൺ എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഫാദറിന്റെ ഏജ് 35. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്പ് 1 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പ്രസന്റ് ഏജയും അതുപോലെ തന്നെ ആഫ്റ്റർ റേഷ്യോ, പ്രസന്റ് ഏജ് റേഷ്യോയും ആഫ്റ്റർ ഏജ് റേഷ്യോ തന്നിട്ടാണ് നമ്മൾ ടൈപ്പ് 1 ഡിസ്കസ് ചെയ്ത്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റ് ഏജ് റേഷ്യോയും അതുപോലെ തന്നെ ബിഫോർ ഏജ് റേഷ്യോ തന്നാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നോക്കൂ ക്വസ്റ്റ്യൻ. 8 years ago, the ratio of ages of A and B was 5:4. The ratio of their present age is 6:5. What will be the sum of the ages of A and B after 7 years from now എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുണ്ട്. പ്രസന്റ് ഏജ് റേഷ്യോ ഓഫ് A and B അല്ലെ, പ്രസന്റ് ഏജ് റേഷ്യോ ഓഫ് A and B എന്താണ്, പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. 5:4 ആണ്. പിന്നെന്താണ്, ബിഫോർ റേഷ്യോ എന്താ തന്നിട്ടുള്ളത്, എത്ര വർഷം മുന്നാന്ന് പറയുന്നത് 8 years ago. അപ്പോൾ 8 വർഷം മുന്നേ എന്താണ് അവരുടെ ഏജ് റേഷ്യോ, 8 വർഷം മുന്നേ അവരുടെ ഏജ് റേഷ്യോ എന്ന് പറയുന്നതാണ് 5:4. പ്രസന്റ് ഏജ് റേഷ്യോ തന്നിട്ടുള്ളത് 6:5 ആണ് കേട്ടോ. 6:5. അപ്പോൾ ബിഫോർ 8 വർഷം മുന്നുള്ള ഏജ് എന്താണ് 5:4. അതുപോലെ തന്നെ പ്രസന്റ് റേഷ്യോ എന്ന് പറയുന്നത് 6:5. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് വിൽ ബി ദി സം ഓഫ് ദി ഏജസ് ഓഫ് A and B ആഫ്റ്റർ 7 years ഫ്രം നൗ. അതായത് ഇപ്പോഴത്തെ ഏജിൽ നിന്നും 7 years കഴിയുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഏജിന്റെ സം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് ആദ്യം പ്രസന്റ് ഏജ് ഓഫ് എയും പ്രസന്റ് ഏജ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. അതിനുശേഷം 7 years കഴിയുമ്പോൾ അവർക്ക് എത്ര വയസ്സാവും, അതിനുശേഷം എന്ത് ചെയ്യാം, അവരുടെ ആ സമ്മ് കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ഇവരുടെ ഡിഫറൻസ് കാണാം. സെയിം പോലെ തന്നെയാണ് ആഫ്റ്റർ പ്രസന്റ് തന്നാലും പ്രസന്റ് ആഫ്റ്റർ തന്നാലും ഏത് തന്നാലും, അതായത് ഈ രണ്ട് റേഷ്യോസ് തന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം എന്ത് ചെയ്യാം, ഇവരുടെ ഡിഫറൻസ് കാണാം. 6 ഡിഫറൻസ് 5 എന്ന് പറഞ്ഞാൽ 1 തന്നെ, 5 ഡിഫറൻസ് 4 എന്ന് പറഞ്ഞാലും 1 തന്നെ. ഈ ഡിഫറൻസ് അതായത് പ്രസന്റ് ഏജ് അതുപോലെ തന്നെ 8 വർഷം മുന്നുള്ളത്, അതായത് അവരുടെ ആ ഡിഫറൻസ് എത്രയാണ്, 8 years ആണ് അവരുടെ ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടെ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം, 1x എന്ന് പറയുന്നത് എന്താണ്, x എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ഓക്കെ, x എന്ന് പറയുന്നത് 8 ആണ്. നമുക്ക് എന്ത് ചെയ്യണം, പ്രസന്റ് ഏജ് ഓഫ് A ആദ്യം കണ്ടുപിടിക്കാം, പ്രസന്റ് ഏജ് ഓഫ് ബിയും കണ്ടുപിടിക്കണം. പ്രസന്റ് ഏജ് ഓഫ് A, പ്രസന്റ് ഏജ് ഓഫ് A, പ്രസന്റ് ഏജ് ഓഫ് A എന്താണ് 6x ആണ്. അപ്പൊ 6 into 8, 6 into 8 എന്ന് പറയുമ്പോൾ 48. ഇനി എന്താണ്, പ്രസന്റ് ഏജ് ഓഫ് B, പ്രസന്റ് ഏജ് ഓഫ് B എന്താണ് 5x ആണ്. അപ്പൊ 5 into 8 എന്ന് പറയുമ്പോൾ 40. അപ്പൊ എന്താണ്, പ്രസന്റ് സം ഓഫ് ഏജസ് ഓഫ് പ്രസന്റ് ഏജിന്റെ സം എന്ന് പറയുന്നത് എയുടെയും ബിയുടെയും പ്രസന്റ് ഏജിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്, പ്രസന്റ് ഏജ് ഓഫ് A 48, പ്രസന്റ് ഏജ് ഓഫ് B 40. അപ്പൊ ഇവരുടെ സം എന്ന് പറയുന്നത് എന്താണ്, സം എന്ന് പറയുന്നത് 48 plus 40. അപ്പൊ എന്താണെന്ന് കിട്ടും, 88 എന്ന് കിട്ടും. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രസന്റ് ഏജിന്റെ സം അല്ല ചോദിച്ചിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആഫ്റ്റർ 8 years കഴിയുമ്പോൾ അല്ലെ, ആഫ്റ്റർ 7 years കഴിയുമ്പോൾ അവരുടെ ഏജിന്റെ സമ്മ ചോദിച്ചിരിക്കുന്നത്. അതായത് ആഫ്റ്റർ 7 years കഴിയുമ്പോൾ എയുടെയും 7 years കൂടും, ബിയുടെ വയസ്സും 7 years കൂടും. അതായത് 48ന്റെ കൂടെ ഒരു 7 വരും, 40യുടെ കൂടിയും ഒരു 7 വരും. അപ്പൊ മൊത്തം എത്ര വരും, +14. 7 + 7 14. അപ്പൊ എന്ത് ചെയ്യാം, ഈ സമ്മിന്റെ കൂടെ നമ്മൾ 14 ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, after 7 years sum of ages of A and B എന്താണ്, ഇപ്പോഴത്തെ സമ്മിന്റെ കൂടെ ഒരു 14. അപ്പൊ 88 + 14 എന്ന് പറഞ്ഞാൽ 102.
102 ആണെന്ന് കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 102. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. ദ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് ദി പ്രസന്റ് ഏജസ് ഓഫ് എ മദർ ആൻഡ് എ ഡോക്ടർ ഈസ് 7:1. 4 years ago, the respective ratio of their age was 19:1. What will be the mother's age 4 years from now എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഒരു മദറിന്റെയും അവരുടെ ഡോക്ടറിന്റെയും എന്താണ് ആദ്യം തന്നിട്ടുള്ളത് പ്രസന്റ് റേഷ്യോ എന്താണ് 7:1 ആണ് തന്നിട്ടുണ്ട് അല്ലേ. മദർ ഡോട്ടറിന്റെ ആദ്യത്തെ പ്രസന്റ് ഏജ് അല്ലേ. പ്രസന്റ് ഏജ് എന്താണ് പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 7:1 ആണ്. പിന്നെന്താണ് 4 years ago 4 വർഷം മുന്നേ എന്താണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 19:1 ആണ്. അപ്പൊ എന്താ ഡിഫറൻസ് കാണാം. 19 ഡിഫറൻസ് 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും 12 വരും. 1 ഡിഫറൻസ് 1. അപ്പൊ സെയിം അല്ലെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഇവരുടെ ആ ഡിഫറൻസ് കാണാം ഇവരുടെ ആ ഡിഫറൻസ് കാണാം. ഇവരുടെ ഡിഫറൻസ് 7 ഡിഫറൻസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണെന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ 18 ഇവിടെ 7നെയും 1നെയും 18 വെച്ചും 6 കൊണ്ട് 19നെയും 1നെയും എന്ത് ചെയ്യണം മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. അപ്പൊ 18 into 7 വരുമ്പോൾ എന്ത് കിട്ടും 6 5 126 അല്ലെ. അപ്പൊ 126 18 into 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 തന്നെ. ഇവിടെ എന്താണ് 6 into 19. അപ്പൊ 6 into 19 വരുമ്പോൾ എന്താണ് 114 അല്ലെ. 114 6 into 1 എന്ന് പറയുന്നത് 6. അപ്പൊ എന്താന്ന് കിട്ടി 2 റേഷ്യോസ് കിട്ടി. 126:18 114:6 എന്നും കിട്ടി. ഇനി എന്ത് ചെയ്യാം ഇവരുടെ ഡിഫറൻസ് ആണ്. ഇവരുടെ ഡിഫറൻസ് എന്താണ് 18 ഡിഫറൻസ് 6 എന്ന് പറഞ്ഞാല് 12. ഇവിടെയും 126 140 എന്ന് പറഞ്ഞാൽ 12. ആ ഡിഫറൻസ് എന്താണെന്ന് കിട്ടി. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 4 years മുന്നും പ്രസന്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് അവരുടെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 years. അപ്പൊ എന്താ കിട്ടുക നമുക്ക് 12x എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടും 12x എന്ന് പറയുന്നത് 4 ആണെന്ന് കിട്ടി. അപ്പൊ x എന്ന് പറയുന്നത് 4 divided by 12 എന്ന് പറയുന്നത് 1/3. അപ്പൊ x എന്ന് പറയുന്നത് 1/3 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദി മദേഴ്സ് ഏജ് 4 years ഫ്രം നൗ. അതായത് 4 years ഫ്രം നൗ അതായത് ഇപ്പോൾ നിന്ന് 4 വർഷം കഴിയുമ്പോൾ 4 വർഷം കഴിയുമ്പോൾ എന്താണ് മദറിന്റെ ഏജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് മദർ കാണാം. പ്രസന്റ് ഏജ് ഓഫ് മദർ എന്താണ് 126x ആണ് പ്രസന്റ് ഏജ് അല്ലേ. പ്രസന്റ് ഏജ് ഓഫ് മദർ എന്താണ് 126x. അപ്പൊ എന്താണ് x എന്ന് പറയുന്നത് 126 into x എന്ന് പറയുന്നത് 1/3. അപ്പൊ എന്ത് ചെയ്യാം 3 വെച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 4 times 6 2. അപ്പൊ 42. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് മദർ ഇപ്പോഴെന്താണ് 42 ആണ്. അപ്പൊ എന്താണ് ആഫ്റ്റർ 4 years മദറിന്റെ ഏജ് എന്തായിരിക്കും 42 + 4 വരും. അപ്പൊ 42 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 46. അപ്പൊ എന്താണ് ആഫ്റ്റർ 4 years മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 46 ആണ് കേട്ടോ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 46. ക്വസ്റ്റ്യൻ നോക്കൂ. ദി ഏജസ് ഓഫ് A and B ആർ പ്രസന്റ്ലി ഇൻ ദി റേഷ്യോ ഓഫ് 3:5. 9 years ago ദിസ് റേഷ്യോ വിൽ ബിക്കം 12:23. വാട്ട് ഈസ് ദി പ്രസന്റ് ഏജ് ഓഫ് A? നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. A എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്, B എന്ന് പറയുന്ന പേഴ്സൺ ഉണ്ട്. അവരുടെ പ്രസന്റ് റേഷ്യോ എന്താണ് തന്നിട്ടുണ്ട് പ്രസന്റ് റേഷ്യോ 3:5 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 9 years ago അവരുടെ റേഷ്യോ 12:23 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം പ്രസന്റ് റേഷ്യോ ഉണ്ട് 9 years ago എന്താണ് 12:23. അപ്പൊ അവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് 12 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9. അതുപോലെ തന്നെ 23 ഡിഫറൻസ് 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 18 അല്ലെ. അപ്പൊ 9:18 ആണ് കിട്ടിയത്. അപ്പൊ സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് രണ്ടും സെയിം ആക്കണം അല്ലെ. ഇത് സെയിം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ ഡിഫറൻസും കാണാം ഈ ഡിഫറൻസും കാണാം. ആ ഡിഫറൻസ് കാണുമ്പോൾ എന്ത് കിട്ടും 5 ഡിഫറൻസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2. 12 ഡിഫറൻസ് 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 11 അല്ലെ. അപ്പം എന്താണ് ഡിഫറൻസ് 11 ആണ് കിട്ടി. ഇനി എന്താണ് ഈ ഡിഫറൻസ് വെച്ച് ഇതിനെയും മൾട്ടിപ്പിൾ. അപ്പോൾ 11 into 3 എന്ന് പറഞ്ഞാൽ 33. 11 into 5 എന്ന് പറഞ്ഞാൽ 55. അതുപോലെ തന്നെ എന്താ 2 into 12 എന്ന് പറഞ്ഞാൽ 24. 2 into 23 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46. ഓക്കെ. അപ്പൊ എന്താണ് ഇവരുടെ ഡിഫറൻസ് ഇത് നമ്മൾ കണ്ടുപിടിച്ചതിന് എന്ത് ചെയ്യണം ഈ റേഷ്യോനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം.
അപ്പോൾ 33:55 24:46 ആണെന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 24 ഡിഫറൻസ് അപ്പോൾ 9 ആണെന്ന് കിട്ടി. അതുപോലെ തന്നെ 46 ഡിഫറൻസ് 55 എന്ന് പറയുന്നത് 9. അപ്പോൾ ഇവരുടെ ആ ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രസന്റ് റേഷ്യോ 9 ഇയേഴ്സ്. അപ്പോൾ എന്താണ് അവരുടെ ആ ഡിഫറൻസ്, ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 9. ഓക്കെ, അപ്പോൾ എന്താണെന്ന് കിട്ടി, 9x എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ x എന്ന് പറയുന്നത് 9/9, അതെന്ന് പറയുന്നത് 1 ആണെന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രസന്റ് ഏജ് ഓഫ് എ ആണ്. പ്രസന്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്, 33x ആണ്. പ്രസന്റ് ഏജ് ഓഫ് എ, പ്രസന്റ് ഏജ് ഓഫ് എ എന്താണ് 33x. 33x, x എന്ന് പറയുന്നത് 1 തന്നെ. അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് 33 ആണെന്ന് കിട്ടി. ഇത്ര നേരം നമ്മൾ നോക്കിയത് ടൈപ്പ് 1 ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്പ് 3 ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് 3 ക്വസ്റ്റ്യൻസിൽ എങ്ങനെയാണ് ബിഫോർ റേഷ്യോയും അതുപോലെ തന്നെ ആഫ്റ്റർ ഏജ് റേഷ്യോയും തന്നിട്ട് പ്രസന്റ് ഏജ് ഓഫ് എ അല്ലെങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് ബി ഒക്കെ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 6 years ago the ratio of the ages of A and B was 6:5. 4 years hence the ratio of their ages will be 11:10. What is B age at present ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് എയുടെയും ബിയുടെയും ഫസ്റ്റ് എന്താ തന്നിട്ടുള്ളത്, 6 years ago അല്ലേ, 6 years ago എന്താണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 6:5 ആണ്. പിന്നെന്താണ് 4 years hence അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 11:10 ആണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഡിഫറൻസ് കാണാം. 6 ഡിഫറൻസ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 തന്നെ, 5 ഡിഫറൻസ് 10 എന്ന് പറഞ്ഞാലും 5 തന്നെ. അപ്പൊ എന്താണ് ആ ഡിഫറൻസ് സെയിം ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭാഗം നോക്കാം. ഇതിൽ എങ്ങനെ കണ്ടുപിടിക്കും, നേരത്തെ നമ്മൾ എന്താണ് പ്രസന്റ് ഏജ് അതുപോലെ തന്നെ ആഫ്റ്റർ. അപ്പൊ എന്ത് ചെയ്യും, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ എത്ര ആഫ്റ്റർ ആണോ അതെന്ന് കിട്ടും. അതുപോലെ തന്നെ പ്രസന്റ് ഏജും ബിഫോർ റേഷ്യോ, ബിഫോർ എക്സ് ഇയേഴ്സ് ബിഫോർ ഉള്ള അതാണ് തന്നിട്ടുള്ളെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ് 6 years agoയും 4 years hence ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഡിഫറൻസ് പ്രസന്റ് ഏജിൽ നിന്ന് എന്താണ്, പ്രസന്റ് ഏജിൽ നിന്ന് 6 years മുന്നും അതുപോലെ തന്നെ എന്താണ് 4 years hence ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 + 4 10 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ 10 ആണെന്ന് കൊടുക്കാം. പിന്നെ എന്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് 5x എന്ന് പറയുന്നത് എന്താണ്, 5x എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ x എന്ന് പറയുന്നത് എന്താണ് 10/5, 10/5 2 ആണെന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിയുടെ പ്രസന്റ് ഏജ് ആണ്. പക്ഷെ നമുക്കിവിടെ പ്രസന്റ് ഏജ് റേഷ്യോ അല്ല തന്നിട്ടുള്ളത്, 6 years മുന്നേ അല്ലെങ്കിൽ 4 years hence. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 6 years ago ബിയുടെ ഏജ് എന്താണ്, 6 years ago ബിയുടെ ഏജ് എന്ന് പറയുന്നത് 5x ആണ്. അതായത് 5 × 2 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 6 വർഷം മുന്നേ ബിയുടെ ഏജ് എന്ന് പറയുന്നത് 10. അപ്പൊ ഇപ്പോഴത്തെ ബിയുടെ ഏജ് എന്ന് പറയുന്നത് എന്താണ് 10+. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് ബി എന്തായിരിക്കും 10 + 6. 10 + 6 എന്ന് പറഞ്ഞാൽ 16. അപ്പൊ എന്താണ് പ്രസന്റ് ഏജ് ഓഫ് ബി എന്ന് പറയുന്നത് 16 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, റേഷ്യോ ഓഫ് ദി ഏജസ് ഓഫ് A and B before 6 years is 4:5 and the ratio of the ages of A and B after 12 years will be 7:8. What is the ratio of the present age of A and B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പ്രസന്റ് ഏജ് റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്, 6 years മുന്നുള്ള ഏജും അതുപോലെ തന്നെ 12 years കഴിയുമ്പോഴുള്ള ഏജ് റേഷ്യോയും തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഏജിന്റെ ആ ഒരു റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. എന്താണ് എ ബി 2 പേഴ്സൺസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് 6 years ago എന്താണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. അതുപോലെ തന്നെ എന്താ 12 years കഴിയുമ്പോൾ 12 years ആഫ്റ്റർ എന്താണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 7:8 ആണ്. അപ്പൊ എന്താണ് ആ റേഷ്യോ ഡിഫറൻസ് കാണാം. ഡിഫറൻസ് എന്താണ് 7 ഡിഫറൻസ് 4 എന്ന് പറഞ്ഞാൽ 3 തന്നെ, 5 ഡിഫറൻസ് 8 എന്ന് പറഞ്ഞാലും 3 തന്നെ. ഇവരുടെ ആ ഡിഫറൻസ് എന്താണ് പ്രസന്റിൽ നിന്ന് 6 years മുന്നും അതുപോലെ തന്നെ 12 years ആഫ്റ്റർ. അപ്പൊ എന്താണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 18 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് 3:3 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ആ ഡിഫറൻസ് അപ്പൊ 3x എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ എന്താണ് x എന്ന് പറയുന്നത് 18/3 എന്ന് പറഞ്ഞാൽ 6 ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇവരുടെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടുപേരുടെയും പ്രസന്റ് ഏജ് കണ്ടുപിടിക്കാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആദ്യം. അപ്പൊ എന്താ 6 years മുന്നേ 6 years ago എയുടെ ഏജ് എന്ന് പറയുന്നത് 4 × 4x ആണ്. അപ്പൊ 4 ×
6. 4 into 6 എന്ന് പറഞ്ഞാൽ 24. അതുപോലെ തന്നെ 6 years മുന്നേ 6 years ago ബിയുടെ ഏജ് എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ 5 into 6 എന്ന് പറഞ്ഞാൽ 30. അപ്പോൾ എന്താണ് 6 years മുന്നേ എയുടെ ഏജ് 24, 6 years മുന്നേ 30 ആണ് ബിയുടെ ഏജ്. അപ്പോൾ പ്രസന്റ് ഏജ് എന്തായിരിക്കും? 6 വർഷം മുന്നേ ഇവരുടെ ഏജ് എത്രയാണെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ 6 വർഷം കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റ് ഏജ് ഓഫ് എ 24 plus 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആണെന്നും കിട്ടും. പ്രസന്റ് ഏജ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 30 plus 6 എന്ന് പറഞ്ഞാൽ 36 ആണെന്നും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രസന്റ് ഏജ് റേഷ്യോ ആണ്. അപ്പൊ എന്താണ്? എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് റേഷ്യോ, എയുടെയും ബിയുടെയും പ്രസന്റ് ഏജ് റേഷ്യോ എന്ന് പറയുന്നത് 30:36. 30:36 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമുക്കിതിനെ 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 13ൽ 5 times പോകും, 36ൽ 6 times. അപ്പോൾ പ്രസന്റ് ഏജ് റേഷ്യോ ഓഫ് എ ഈസ് ടു ബി എന്താണ്? 5:6 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 5:6 ആണെന്ന് കിട്ടി. ക്വസ്റ്റ്യൻ നോക്കൂ. 1 year ago the ratio of Gauri and Sachin's age was 6:7. 4 years hence the ratio would be 7:8. How old is Sachin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 1 year മുന്നുള്ളതും അതുപോലെ തന്നെ എന്താണ് 4 years hence അല്ലേ? അപ്പോൾ എന്താണ് 1 year agoയും 4 years after റേഷ്യോ തന്നിട്ടുണ്ട് ഗൗരിയുടെയും സച്ചിന്റെയും. അപ്പോൾ ഗൗരിയുടെ റേഷ്യോ 1 years ago എന്താണ്? 6:7 ആണ്. അതുപോലെ തന്നെ 4 years hence 7:8 ആണ്. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. ഇവരുടെ ഡിഫറൻസും 1 ആണ്. അപ്പോൾ എന്താണ് ഈ ഡിഫറൻസ് എന്താണ്? പ്രസന്റ് ഏജ് റേഷ്യോയിൽ നിന്ന് 1 year കുറവും അതുപോലെ തന്നെ 4 years after. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണെന്ന് കിട്ടില്ലേ? 1 plus 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അപ്പോൾ എന്താണ് 1x എന്ന് പറയുന്നത് 5, അതായത് x എന്ന് പറയുന്നത് 5. ഇനി നമുക്ക് എന്താണ് സച്ചിന്റെ പ്രസന്റ് ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1 year ago എന്താണ് സച്ചിന്റെ ഏജ് എന്ന് പറയുന്നത്? 1 year ago എന്താ സച്ചിന്റെ ഏജ് എന്ന് പറയുന്നത് 7x ആണ്. 7x എന്ന് പറഞ്ഞാൽ 7 into 5 35. അപ്പോൾ ഒരു വർഷം മുന്നേ ഏജ് സച്ചിന്റെ ഏജ് എന്ന് പറയുന്നത് 35. അപ്പോൾ ഇപ്പോൾ അയാളുടെ ഏജ് എന്തായിരിക്കും? 35 plus 1 36. അപ്പോൾ പ്രസന്റ് ഏജ് ഓഫ് സച്ചിൻ എന്താണ്? 35 plus 1 36. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 36 ആണെന്ന് കിട്ടി. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടുകൂടി ഷെയർ ചെയ്തെത്തിക്കുക. ഇനി മറ്റൊരു ടോപ്പിക്കും മറ്റൊരു വീഡിയോയുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.